ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകീടിന് മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഈ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള. ഹലോ ചങ്ങായിമാരെ, ഇപ്പോൾ ബിഗ് ബോസിന്റെ എപ്പിസോഡ് അപ്പുറം നടക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അഖിൽമാരാറിന്റെ ഒരു ലൈവ് കാണാനിടയുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് അഖിൽമാരാർ അങ്ങനെ ഒരു ലൈവ് ചെയ്തിരിക്കുന്നത്. ലൈവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, കാലത്ത് തന്നെ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോയിരിക്കുന്ന, എന്നുവെച്ചാൽ പുറത്തു പോകാൻ ആഗ്രഹിക്കാതെ പുറത്തു പോയിരിക്കുന്ന സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കൃത്യമായിട്ട് തന്നെ ഗെയിം കളിച്ച് നിസ്സാര ദിവസങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടം നേടി ഇത്രയും ഫാൻസിനെ പുറത്തുണ്ടാക്കിയ സിബിൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, സിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിനകത്ത് നിന്നും ബിഗ് ബോസ് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തു പോകാൻ ആഗ്രഹിക്കാതെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പുറത്താക്കുകയും, എന്നാൽ അവിടെ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണ്, താൻ പുറത്തു പോകാനുണ്ടായ വിഷയം എന്താണ്, കുറെ കാര്യങ്ങൾ പറയാതെ പറഞ്ഞിരുന്നു സിബിൻ അവധിയിൽ. എന്നാൽ സിബിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, സിബിനോട് ബിഗ് ബോസ് കാണിച്ചിരിക്കുന്ന വളരെ മോശമായ വൃത്തികെട്ട നാറിയ പരിപാടി എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അഖിൽമാരാർ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നേരത്തെ ലൈവിൽ വന്നിട്ട് കുറച്ച് ഏറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. 10 മിനിറ്റ് മാത്രമുള്ള ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ കൃത്യമായി മുഴുവനായിട്ട് കാണുക. ഇപ്പോൾ നിങ്ങൾ ആ സന്തോഷത്തോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വിജയിക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രോഗ്രാം നടക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഗെയിം നടക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ വീക്കെൻഡിലും 2 ദിവസം ലാലേട്ടൻ വന്ന് സംസാരിക്കും എന്നെല്ലാം പ്രതീക്ഷയായിട്ടായിരിക്കും നമ്മൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്നത്. എന്നാൽ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം അങ്ങനെയൊന്നുമല്ല. ആ ബിഗ് ബോസിനുള്ളിലുള്ള ഓരോ വ്യക്തികൾ എന്ന് വെച്ചാൽ ആ പ്രോഗ്രാം നടത്തുന്ന ഡയറക്ടർ മുതലുള്ള ചില വ്യക്തികൾ ചിന്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്ന രീതിയിലല്ലാതെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തിക്കുക ഇല്ല എന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം പോകുന്നു എന്നതുമാണ് ഇതിൽ ഇന്ന് ലൈവിലൂടെ നമ്മുടെ അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു വിഷയമാണെങ്കിലും ഏതൊരു അഭിപ്രായമാണെങ്കിലും ശക്തമായിട്ട് മുഖത്ത് നോക്കി പറയുന്ന വ്യക്തി തന്നെയാണ് അഖിൽമാരാർ. അഖിൽമാരാറിനേക്കാൾ മുമ്പേ ഈ ബിഗ് ബോസിന്റെ തെണ്ടിത്തരത്തെക്കുറിച്ചും കള്ളത്തരത്തെക്കുറിച്ചും ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരുന്നതാണ്. ഒരുപാട് പേര് എയറിൽ കയറ്റിയിരുന്നു, ഞാനടക്കം അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അഖിൽമാരാർ ഇന്ന് ഒരുപാട് വിഷയങ്ങളാണ് പറയുന്നത്. എന്തിനേറെ ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടിനെ തുടർന്നിട്ട് അദ്ദേഹം ഡോക്ടറെ കാണാൻ പോവുകയും, എന്നാൽ മെന്റൽ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്ന് അല്ലെങ്കിൽ അതിന് നമ്മൾ പറയല ഡിപ്രഷനായി അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന മരുന്ന് പോലുമാണ് സിബിന് കൊടുക്കാൻ ശ്രമിച്ചതെന്നും സാധാരണ നോർമലായിരിക്കുന്ന വ്യക്തി ഒരു മെന്റലാക്കി തീർക്കാൻ ശ്രമിക്കുകയുമാണ് ബിഗ് ബോസ് ചെയ്തതെന്നും, പിന്നെ അതേപോലെ തന്നെ ബിഗ് ബോസിനുള്ളിൽ ചെല്ലുന്ന ഓരോ കണ്ടൻസ് അഥവാ ലേഡീസിനെ മോശമായ രീതിയിൽ അതിലുള്ള ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ആ ബിഗ് ബോസ് പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന വ്യക്തികൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ കുറിച്ച് അല്ലെങ്കിൽ ഉപയോഗിച്ചതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ അഖിൽമാരാർ പറയുന്നത്. എന്താണ് അഖിൽമാരാർ പറഞ്ഞതെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള വീഡിയോകളും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ബുദ്ധിമുട്ടാകില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ബട്ടൺ അമർത്താനും കൂടി ശ്രമിക്കുക. ആദ്യം തന്നെ അഖിൽമാരാർ പറയുന്ന 10 മിനിറ്റിലെ പാതിവാദമൊക്കെ വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മൊത്തമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങൾ കാണുന്ന നിങ്ങളുടെ നെറ്റിലെ കാശ് കൊടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹത്തോടെ നിങ്ങളുടെ സമയം കളഞ്ഞ് ഈ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നിങ്ങളെ കബളിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക. കബളിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. കണ്ടുനോക്കുക. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ക്ലോസ് ചെയ്തോളാം. നിങ്ങൾ റിപ്പീറ്റ് പിന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടാൽ മതി. ഞാനിപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് കഴിഞ്ഞ മുമ്പം കണ്ട് റോബിൻ ഇറങ്ങിയിട്ട് ആൾക്കാരുടെ അടുത്ത് എന്തോ പറഞ്ഞെന്നോ, അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ടുണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എൻ്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറത്തേ ഉള്ളൂ. എനിക്കിതെല്ലാം കണ്ട് മിണ്ടാതെ പഞ്ചമുച്ചം മുടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം. എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ.
അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത്. റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കണക്കോ ഒന്നുമല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദത്തിലാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിന്റെ 50-ാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു. വെറും നാറി പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്, എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാനൊരു ആശംസാ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞ് തന്നെ ആശംസാ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത് ഞാനാണ്. പക്ഷേ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകിടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കും. ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെ വേണ്ടെന്ന് വെക്കും. ഇവന്മാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അഖില സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ 2 പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല, 2 പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് ഹെഡ് എന്ന് പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്. അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്. അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ 4 തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്, ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്. ഞങ്ങളുടെ ഷോ 1 മുതൽ 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം. ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ 4 തരങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടേ? അത് അറ്റവും മൂലം തൊടാതെ അങ്ങും ഇങ്ങും തൊടാതെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല. റോബിന് പറ്റിയ മിസ്റ്റേക്ക്, റോബിനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റ് ഇട്ടുകൊണ്ട് വരരുത്. ഞാനീ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം അത് ഏഷ്യാന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണെങ്കിലും എനിക്ക് ഒരേപോലെ ഉള്ളൂ. ഈ നാളത്തെ ഈ നിമിഷം കുമാരല്ലാണോ ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞാൽ അഭിമാനത്തോടെ മരിക്കാൻ തയ്യാറാണ്. എനിക്കങ്ങനൊന്നും ഒരുത്തരം പേടിയും കോപ്പൊന്നുമില്ല. എന്റെ വൈഫും എന്റെ പിള്ളേരും ഒക്കെ എന്റെ സ്വഭാവം പണ്ടേ കണ്ടു വളർന്നവരാ. ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക്. അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചില്ല. എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ്. അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തി ചെയ്യും. ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ച സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടത്? നീ ഇത്രേ ഉള്ളായിരുന്നോ? കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും വന്നിട്ട് എന്നെ കനപ്പിക്കുക ചെയ്ത്? അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു. ഏശാത്തത് കൊണ്ടാണ്. അല്ലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന്? സാബുമോനെ പോലെ ഒരാളെ സാബുമോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് പേളിമാണി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു. അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്നത് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കും എന്നുള്ള കാര്യം. ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ 3 ഇരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ. ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത്? അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം. ആരാണ് ഇതൊക്കെ തുറന്നു കാണിക്കേണ്ടത്? ആ പ്രോഗ്രാമിൽ പോയി ജനങ്ങളുടെ ഇഷ്ടം കൊണ്ട് അല്ലെ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം പുറത്തിറങ്ങിയ നിങ്ങളാണ് ഇതിനെ തുറന്നു കാണിക്കേണ്ടത്. അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഓരോ സീസണിലുണ്ടായിരുന്ന ഓരോ വ്യക്തികളും അതിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിരുന്നു തുറന്നു കാണിക്കേണ്ടത്. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ കാണിക്കുന്ന കണ്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ വോട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങളെ മനസ്സിൽ കയറ്റിയ ജനങ്ങളെ ഇന്നിപ്പോൾ വന്നിട്ട് ആ പ്രോഗ്രാമിൽ അങ്ങനെയായിരുന്നു, ആ പ്രോഗ്രാമിൽ ഇങ്ങനെയായിരുന്നു, ഈ പ്രോഗ്രാം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അത്രയും നാൾ നിങ്ങളെ വിശ്വസിച്ച്
ഇന്നും ഈ ജനങ്ങൾ വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെ പട്ടിയുടെ വില പോലും കൊടുക്കാത്തവരാണ് നിങ്ങൾ. ഇപ്പോൾ ഈ അഖിൽ മാരാർ എന്ന് പറയുന്നുണ്ട്, ശരിയാണ്, അഖിൽ മാരാറിന് ആ ഷോ കൊണ്ട് ഒരു നഷ്ടം ഉണ്ടായിട്ട് പകരം ലാഭം ഉണ്ടായിട്ടുള്ളൂ. ഇനിയും അവർക്ക് വേണ്ടി എതിർത്തൊന്നും സംസാരിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി സംസാരിച്ച് വീഡിയോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിച്ച് ശബ്ദം ഉയർത്തുകയാണെങ്കിൽ അഖിൽ മാരാറിന് ലാഭമേ ഉണ്ടാകുള്ളൂ. പകരം തന്റെ നിലപാടുകൾക്ക് അനുസരിച്ച് താൻ പറയേണ്ട കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ ആരെയും പേടിക്കാതെ ഒന്നിനും കൂസലില്ലാതെ നഷ്ടങ്ങൾ പെടുകയും നഷ്ടപ്പെട്ടോടെ തന്റെ അഭിപ്രായങ്ങൾ താൻ വിടില്ല എന്നൊരു വാശിയിൽ അഖിൽ മാരാർ ഇപ്പോൾ സംസാരിക്കുന്ന സിബിൻ എന്ന് പറയുന്ന ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ആ കണ്ടസ്റ്റൻസിന് വേണ്ടിയാണ്. ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി, ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ജനങ്ങളുടെ അഭിപ്രായമാണ്, ജനങ്ങളുടെ പ്രതീക്ഷയാണ്, ജനങ്ങൾ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനെ എല്ലാ വീക്കെൻഡിലും വന്ന് സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന സിബിൻ എന്ന് പറയുന്ന വ്യക്തി തകർന്നു പോയത് എന്താണെന്നുള്ള സിബിന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ലൈവിൽ സിബിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സിബിൻ ചെറുപ്പം മുതലേ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി വന്നിട്ട് പറയുകയാണ് ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ കാണിക്കുന്ന വളരെ മോശം പ്രവൃത്തിയാണെന്നും അയാൾ ഒരു മോശം കണ്ടസ്റ്റന്റ് ആണെന്നും അത് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രമല്ല പ്രേക്ഷകരുടെയും കൂടി അഭിപ്രായമാണ് എന്ന് കേട്ടതിന് ശേഷമാണ് സിബിൻ എന്ന് പറയുന്ന വ്യക്തി തകർന്നു പോയത്. ആ തകർന്നു പോയ വ്യക്തിയെ നേരെ മുന്നോട്ട് കൊണ്ടുവരാതെ ആ വ്യക്തിയെ മെന്റലി പ്രോബ്ലം ആക്കാൻ, ഡിപ്രഷൻ മറ്റും വന്ന് മെന്റലി മൊത്തം ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള മെഡിസിൻ വരെ കൊടുത്ത ആ വ്യക്തി ഒരു പ്രാന്തനായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം എത്രത്തോളം ഫേക്ക് ആണ് എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ സീസൺ 5 വരെയുള്ള ബിഗ് ബോസ് കണ്ടിരുന്ന എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്നതാണ് സീസൺ 6 വളരെ മോശമാണ്. പല ഗെയിംസ് ആവട്ടെ അല്ലെങ്കിൽ അതിലുള്ള ഓരോ വിഷയങ്ങളാവട്ടെ വളരെ മോശമാണ്, ഇത് എന്താണ് എന്നൊക്കെ ഉള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. അതിനുള്ള ഒരു കാരണം കൂടിയാണ് ഇപ്പോൾ ഇതിൽ നിന്നും അഖിൽ മാരാർ പറഞ്ഞ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയിരുന്നത്. പഴയ സീസൺ 5 ഡയറക്ടർമാരാവട്ടെ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചിരുന്ന പലരും സീസൺ 6 ആയപ്പോഴേക്കും അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം എന്താണ്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ചില ആൾക്കാരുടെ ലാഭത്തിന് വേണ്ടി അവർ ഈ പ്രോഗ്രാം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പോലുമില്ലാതെ ജനങ്ങളെ പൊട്ടനാക്കുന്ന കണ്ടപ്പോൾ അവർ ഇറങ്ങിപ്പോയി. അതേപോലെ തന്നെ അതിൽ വരുന്ന ഓരോ കണ്ടസ്റ്റൻസിനെ ഇവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവർ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. അഖിൽ മാരാർ ഇങ്ങനെ പറയുമ്പോൾ അഖിൽ മാരാറിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരും അല്ലെങ്കിൽ അഖിൽ മാരാറിലൂടെ ഗെയിം കളിച്ചിരുന്നവരും അതിനു മുമ്പ് സീസൺ 4 വരെ ഗെയിം കളിച്ചിരുന്നതുമായ പല സ്ത്രീകൾക്കും നേരെയാണ് അഖിൽ മാരാർ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അവരെ പോലും ഇങ്ങനെ പല രീതിയിലും മോശമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന രീതിയിലും കൂടി അഖിൽ മാരാറിൽ പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. അതിന് എന്താണ് ഇനി വരും ദിവസങ്ങളിലുള്ള മറുപടി അല്ലെങ്കിൽ വീഡിയോകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏതെല്ലാം സ്ത്രീകളാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലെ ചില ആൾക്കാരുടെ മോശമായ പ്രവൃത്തിക്ക് ഭാഗമായിരിക്കുന്നതും അതേപോലെ തന്നെ ഇങ്ങനെ അവർ പറയുന്ന പല രീതികൾക്കുള്ള വീഴ്ചകൾ ചെയ്തിട്ട് ഇതിൽ നിലനിന്ന് പോയിരുന്നോ ഇല്ലയോ എന്നതൊക്കെ നമുക്ക് തുടർന്നറിയാം. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് അഖിൽ മാരാർ പറയുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാവും, നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ ഇഷ്ടപ്പെട്ടു, നമ്മൾ വോട്ട് കൊടുത്തു, നമ്മൾ കണ്ണുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഈ പ്രോഗ്രാം നമ്മൾക്ക് തരുന്ന വിലയാണ് ഈ പറയുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ പോലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ മാറ്റുന്നു, മറിക്കുന്നു, അവർ പുറത്താക്കുന്നു. ഇനി അഖിൽ മാരാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി കേട്ടു നോക്കാം. വീഡിയോ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാണുന്നവർ ലൈക്കും ഷെയറും പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ബട്ടനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യാൻ മറക്കരുത്. അത് ഇമാതിരി പുഴുത്തുനാറിയ ഒരു ഷോ 50 ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50ാമത്തെ ദിവസം. നാണം കെട്ട് ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു, അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട്. ആരുടെയും അടിയിൽ ഒളിക്യാമറ കൊണ്ടുവച്ച് പകർത്തിയെടുക്കുന്ന വിഷ്വലുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവും. അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത്. സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ. അത് യവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കിടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരത്തിലെ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ. അതും പ്രേക്ഷകരുടെ വോട്ടെന്ന് പറഞ്ഞ് മുന്നേ നീയൊക്കെ എന്തോ കാണിച്ചോ? ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗർ നടക്കുന്നുണ്ടല്ലോ, ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ, അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീയൊക്കെ തോന്നിയത് നമുക്ക് ചെയ്തോ? പക്ഷെ പ്രേക്ഷകരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു. മറ്റേതാ മഴയാ കോടയാ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച പിടിച്ചു നിർത്തിയിട്ട് കേരളത്തിൽ മനുഷ്യരെ കോമാളിയാക്കുന്നു. മോഹൻലാൽ എന്താ നിന്റെ കളിപ്പാവകളോ? കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യരെന്ന് ആ മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് കാരണക്കാർ? നിനക്കെതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും. കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കുമാരൻ നിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത്. എനിക്കൊരു വെണ്ടക്കയില്ല.
നിന്നെ ഒന്നും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും, നീ ഒന്നും പേടിച്ച് ചിന്തിക്കേ വേണ്ട. നാരത്തരം കാണിച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ മുഖത്ത് നോക്കി പറയുന്ന നാരത്തരമാണെന്ന്. ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ്. അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും, അവൻ മിണ്ടിയാൽ അവനെ തൊലിച്ചു കളയും. കോൺട്രാക്ട് ഉണ്ട്. എന്നെ കഴിഞ്ഞ സീസണിൽ ഇതൊക്കെ വിളിച്ചൊന്ന് കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏഷ്യാനെറ്റ് എന്നല്ലേ, സുപ്രീം കോടതി നല്ലല്ലോ, അവരുടെ കൈ വെച്ചിരുന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് ആണ്, അതിൽ അങ്ങനെ സംസാരിക്കരുത്, അതിൽ ഇങ്ങനെ സംസാരിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഇമാതിരി നാറുത്തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം. അത് എനിക്ക് ഇന്ന് ഇത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായ കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് എനിക്ക് തോന്നിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇവന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ? ഞാൻ ഇന്നുവരെയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചു പറ്റിയതും എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നഷ്ടം എനിക്കുണ്ടായതും ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അന്നും ഇന്നും ആത്മവിശ്വാസവും ആത്മധൈര്യവും മറ്റുള്ളവനോട് സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് അതേ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ്, ചെയ്യുന്ന നാറുത്തരത്തിനെതിരെ പ്രതികരിച്ചിരിക്കുന്നു. അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ്. എനിക്ക് ഏഷ്യാനെറ്റിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ്. എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുവിനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും. ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തരാണ് ഏഷ്യാനെറ്റ് തലപ്പത്ത് കേരളത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവ പ്രേക്ഷകരെ മുൻനിർത്തി കോമാളിത്തരം കളിക്കുന്നത്. സ്വന്തമായിട്ട് എന്തും കളിച്ചോ. ബിഗ് ബോസ് നടത്തുകയോ മറ്റേ ഏത് റിയാലിറ്റി ഷോയും ഒരു ചാനൽ നടത്താം. ഒരു കോർപ്പറേറ്റ് ചാനലിന് കാശുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരങ്ങളും ഷോയുടെ പേരിൽ കാണിക്കാം. പക്ഷെ പ്രേക്ഷകരുടെ നിർത്തിക്കൊണ്ട്, ഇത് ജനാധിപത്യ രാജ്യമാണ്, വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ കോമാളിയാക്കിക്കൊണ്ട് ഇത് വോട്ടടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാന നയമെന്നാണ് 100% നിലവിൽ ഇതുവരെയും ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്, അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കി കൊണ്ടുപോവുകയാണ്. അതിനെതിരെ പറയാൻ തന്നെയാണ് തീരുമാനം. അതിനെതിരെ പറയാൻ തന്നെയാണ് ഒരിക്കൽ കൂടി ലൈവിൽ വന്നത്. രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ്. ഇത്രയും അടിച്ചാവർത്തിച്ച് പറയുന്നത്. ഇനി ബാക്കി ഏതെങ്കിലും യവന്മാർ പൊങ്ങി വരട്ടെ. യവന്മാർ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ, ഇവന്മാർ കാശ് മേടിച്ച് ഇവന്മാർ കാണിച്ച നാരത്തര ഉൾപ്പെടെ ഞാൻ പറയും. ഓക്കെ, നമുക്ക് വരുന്ന വഴിക്ക് കാണാം. കേട്ടില്ല പറഞ്ഞ ബിഗ് ബോസിനെ കുറിച്ചാണ് അഖിൽമാരാവാന്ന്. ഇവന്മാർ ഈ പ്രോഗ്രാമിൽ ജയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നിർത്താൻ വേണ്ടി പല സ്ത്രീകളെയും കൂടെ കിടക്കാൻ വിളിക്കുന്നത് മുതൽ പണം വരെ മേടിച്ചിട്ടുണ്ടെന്നാണ് അഖിൽമാരാർ പറയുന്നത്. അതിനുള്ള തെളിവുകളും കാര്യങ്ങളും അഖിൽമാരാറിൻ്റെ ഉണ്ട് എന്നും ഇനി ഇതിനു മൂലം എന്തെങ്കിലും അഖിൽമാരാറിന് നഷ്ടമോ പ്രശ്നങ്ങളോ ഉണ്ടായിക്കാൻ അഖിൽമാരാർ ഇതൊക്കെ തുറന്ന് പറയുമെന്നും അഖിൽമാരാർ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സിബിൻ നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇവരൊരു കോൺട്രാക്ട് ഉണ്ട് എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിട്ടിട്ടെന്നും പറഞ്ഞിട്ട് ഇതിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നവരെ പൂച്ചാണ്ട് കാണിച്ച് പേടിക്കുമ്പോൾ എന്നും ഏത് കാലത്തും എല്ലാവരെയും പേടിപ്പിച്ച് പറ്റിച്ച് നിൽക്കാൻ കഴിയില്ല എന്നതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇതിൽ പറയുന്നത്. സിബിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനിക്കെതിരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, തനിക്ക് കുറെ കാരണങ്ങൾ കൊണ്ട് മിണ്ടാൻ പറ്റുന്നില്ല, ശബ്ദിക്കാൻ കഴിയുന്നില്ല, അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല, പറയേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുമെന്ന് സിബിൻ രാവിലെ ഇട്ട ലൈവിൽ സിബിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സിബിൻ ഇനി അതിനെക്കുറിച്ച് പറയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്നിരുന്നാൽ പോലും ഇത്രയും ജനങ്ങളുടെ വോട്ട് കിട്ടി, ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം റേറ്റിംഗ് കയറി ഇത്രയും പണം ഉണ്ടാക്കുന്ന ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ ലാലേട്ടനെ പോലെ ജനങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ പൊട്ടനാക്കുകയും ആ വ്യക്തിയെ നിർത്തി പൊട്ടൻ കളിപ്പിക്കുകയും ആ വ്യക്തിയുടെ പിന്നിൽ നിന്നിട്ട് ഈ കളി കളിക്കുകയും ഇതിലൂടെ ജനങ്ങളെ പൊട്ടനാക്കി ജനങ്ങളെ ചതിക്കുന്ന ഇമാതിരിയുള്ള പ്രോഗ്രാം എന്തിന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യണം? ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് ഒരാളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ തോൽപ്പിക്കാനും ആ വ്യക്തിയെ പുറത്താക്കാനും ഈ ബിഗ് ബോസിലെ ആൾക്കാർ ശ്രമിച്ച് ഈ ബിഗ് ബോസിലെ ആൾക്കാരെ അങ്ങനെ പുറത്താക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് വിശ്വസ്തത, എന്ത് ആത്മാർത്ഥത? ഇപ്പോൾ അഖിൽമാരാർ പറയുന്ന കുറച്ച് ആൾക്കാർ, ഡോക്ടർ റോബിൻ, ഒരുപാട് ജനങ്ങൾ ആഗ്രഹിച്ച, ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെട്ട, ഒരുപാട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. രജിത് സാറും ഇതേപോലെ തന്നെ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം കൊണ്ട് നിലനിന്ന ഒരു വ്യക്തിയാണ്. അഖിൽമാരാർ പിന്നെ വിന്നറായി. അങ്ങനെ ഓരോ വ്യക്തികളെയും ഇതിൽ നിന്ന് പുറത്താക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ചെറിയൊരു വിഷയത്തിന്റെ പേര് കിടിലം ഫിറോസ് എത്രത്തോളം ജനങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യുകയും ആ പ്രോഗ്രാം ഒരു പ്രോഗ്രാമാക്കി മാറ്റുകയും ചെയ്തിരുന്ന വ്യക്തി. ഇങ്ങനെയുള്ള ഓരോരുത്തരെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഓരോ വ്യക്തികൾ അവരുടെ വ്യക്തി താല്പര്യത്തിനനുസരിച്ചാണ് അവർ ഈ പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കുന്നത്. ഞാൻ തന്നെ കഴിഞ്ഞ ലൈവിലൊക്കെ ഞാൻ പറയുന്നു, ഇതിൽ ഓരോ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതും ഓരോ വ്യക്തികളെയും ഓരോ ഗെയിമുകളൊക്കെ വെക്കുന്നത് അതിലുള്ള ഓരോ വ്യക്തികളുടെ പെർഫോമൻസ് അനുസരിച്ച് ഇവർ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഇവരാരെയാണ് ജയിപ്പിക്കണം, ആരെയാണ് അതിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് അവർക്കനുസരിച്ച് മാത്രമാണ് ബിഗ് ബോസ് ആ ഗെയിം കളിക്കുന്നത്.
അതിപ്പോൾ ഈ പറഞ്ഞ ക്യാപ്റ്റൻസി സ്ഥാനത്താണെങ്കിൽ പോലും ഇപ്പോൾ ഒരു 2 ലേഡീസ് വന്ന് അതിലൊരു ജിൻഡോ വന്ന് നോക്കി. ജിൻഡോ വന്ന സമയത്ത് അതിലൊരു ഫിസിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗെയിം കൂടെ തന്നെ ജിൻഡോ ജയിക്കുമെന്ന് മനസ്സിലാക്കുകയും അതിൽ ആ ഗെയിം ആർക്കാണോ കളിക്കാൻ പറ്റുന്നത്, ഇന്ന ആൾ കളിച്ചു കഴിഞ്ഞാൽ ഇന്ന ഗെയിം ജയിക്കുമെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിമുകളാണ് ഈ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി ബിഗ് ബോസ് കൊടുക്കുന്നത്. നമ്മൾ കണ്ടു നോക്കിയാൽ മതി, പല ഗെയിമുകളും ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനെയുള്ള രീതിയിലുള്ള കളികൾ വരെ എന്ന് വെച്ചാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാതെ ജനങ്ങൾ ആഗ്രഹിക്കുന്നവരെ പെട്ടെന്ന് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള ഓരോ വൃത്തികെട്ട ഗെയിമും ബിഗ് ബോസിൽ കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതിന് ഉദാഹരണമാണ് സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയത്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയ താൻ അനുഭവിച്ചിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് അഖിൽ മാരാർ ഇത്തരം കൃത്യമായിട്ട് സംസാരിച്ചു. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ വോട്ട് കൊടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി വിജയിപ്പിക്കുമോ, അല്ലെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വെറും കോമാളിയാളാക്കുന്നോ ഇല്ലയോ എന്നത്. ഇത്തരം വിഷയങ്ങൾ പറഞ്ഞാൽ സാധിക്കാമേ പറ്റുമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.